ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാർക്ക് ചൈൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 2 ഗൈസ്. 2 തന്നെ അല്ലേ? ആണല്ലേ, ആണ്. അപ്പം ഈ മൈൻക്രാഫ്റ്റ് എപ്പിസോഡിൽ വേറെ പ്രശ്നമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിൽ വീടുണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളെ ട്രീ ഹൗസും ഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വില്ലേജ് മൊത്തം വാളേച്ച് മൂടിയിട്ടുണ്ട് ഗൈസ്. ഒക്കെ ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ ഇതൊന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അതൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവില്ല ഗൈസ്, ഉറപ്പാണ്. ഇപ്പോൾ ഗൈസ് അപ്പം ആ പരിപാടിയിലോട്ട് നടക്കാം. അപ്പോൾ മുന്നിൽ തന്നെ കണ്ടാവും. ഇതാണ് സെറ്റ്. ഞാൻ സ്മൂത്ത് സ്റ്റോണും വെച്ച് കബിൾ സ്റ്റോണും വെച്ച്, പിന്നെ അതിൻ്റെ മുകളിൽ വാളും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മളെ ട്രീ ഹൗസാണ് നിങ്ങൾ കാണാൻ പോണത്. ട്രീ ഹൗസിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ മെറ്റെടുത്ത് കാണാൻ കഴിച്ചൂടെ. 3, 2, 1 സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. എങ്ങനെയുണ്ട്? അവിടെ വെച്ചതൊക്കെ ഞാൻ ഡിസൈൻ ആണ്, അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് വരും. പിന്നെ ഞാൻ അവിടുത്തെ ഗ്ലാസ് ഒഴിവാക്കിയാണ് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അല്ല, ലീവ്സ് ഒഴിവാക്കിയാണ് ഞാൻ ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. ഞാൻ അപ്പം അങ്ങോട്ട് നോക്കൂല. ഇവിടെ നമ്മളെ ബെഡുണ്ട്, വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സെറ്റപ്പ് അത് ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി മാറിയത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പം ആക്കാം, ഒരു ചെറിയൊരു തട്ടിമുട്ട് രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി അടുത്ത നമ്മളെ വീടല്ലേ കാണാൻ പോണേ. വീടിൻ്റെ വജ്ജൊക്കെ ഞാൻ ഓട് തന്നെ കാണാതിരിക്കുക. ഓക്കെ, ഒന്ന് മാറി വില്ലേജ് വിട്ട്. എന്താ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചത്? 3, 2, 1 ഈ വാള് വെച്ചത് എന്തിനാ വെച്ചാൽ നമ്മളെ ഇതിനും വേണ്ടിയാണ്. ആർക്കും വേണ്ടിയില്ല. നമ്മൾ ഈ കള്ള വില്ലേജസ് കയറാതിരിക്കാൻ വേണ്ടിയാണ്. എന്താടാ നിങ്ങൾക്ക് ഇതാ നോക്കണോ? അടിച്ച് പാരത്തി കളി കഴിഞ്ഞു. ഇവിടെ ഗ്ലാസ് വെച്ചെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ഫർണേസും അതുണ്ട്. എന്തിനു വെച്ചാൽ വെറുതെ വെച്ചതാണ്. പിന്നെ ഇതിനെ ചുറ്റോടും ഇവിടെ ഞാൻ നമ്മൾ ഡോഗിനുള്ള സെറ്റപ്പ് ഇത് പൊളിച്ചാണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചാണ്ട് ആക്കണം ഗൈസ്. അതൊക്കെ നമുക്ക് ഇതാക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മൾ ഡോഗിനെ ടൈം ചെയ്ത് കിട്ടോ. അത് ഞാൻ അവിടെ പോയി കാണണ്ടേ. ഞങ്ങളവിടെ വന്ന് ഇനി എങ്ങനെയാണ് വന്നേന്ന് എന്നാ പോ, മര്യാദക്ക് പൊയ്ക്കോ. അടാ എൻ്റെ പൊന്നു, ഈ പട്ടിയും വില്ലേജേ ഇവിടെ പറയിപ്പിക്കാണ്ട് ചെയ്യും. വേണ്ട വിചാരിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കി കയറുക. ഇവിടെ പിന്നെ ഇതും വെച്ചു. പിന്നെ ഇത് നമ്മളെ പെയിൻറ്റിങ്, നമ്മളെ ടെക്നോ ബ്ലേഡ് മൊത്തം ഇവിടെ പിന്നെ ഒരു മൈനിങ് സെറ്റ്. ഇതിലെന്താണുള്ളത്? അതിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി മൈനിങ് സെറ്റപ്പ് കാണണ്ട ഗൈസ്. ഞാൻ ഇവിടെ മൈനിങ് സെറ്റപ്പുകളാണ് ഉദ്ദേശിക്കണേ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇതുവരെ, അല്ലെങ്കിൽ വേണ്ട, ഇത് ഫുള്ള് ഞാനിങ്ങനെയാണ് കബിൾച്ചാലിനെ പ്ലാൻ വെച്ച് മൂടുക. എന്നിട്ട് ഇവിടെ ഒരു ഡോറൊക്കെ, ആ ഡോറ് അപ്പുറത്ത് ഇതിന് മൈനിങ്ങിന് മാറ്റി അങ്ങോട്ട് കഴിച്ചു. ഇതുവരെ ഒരു
ഇത് കാണുമ്പോൾ ഗൈസ് ഒരു ബേസ്മെൻ്റ് ആയി കാണുന്നതാണ് ആഗ്രഹം. പിന്നെ ഇവിടെ നമ്മളെ ചെറിയ സ്റ്റോറേജ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമ്മളെ കബിൾ സ്റ്റോൺ, ഇവിടെ നമ്മളെ പ്ലാങ്ക്, ഇവിടെ നമ്മളെ ഗ്ലാസ്, ഇവിടെ 2 3 ഏതെങ്കിലും ഒന്ന്. ഈ ആൻവിൽ എന്തിനാണ് ഗൈസ്? റിപ്പയർ ആൻഡ് നെയിം. ഈ റിപ്പയർ പറഞ്ഞാൽ എന്താണ് എനിക്ക് മനസ്സിലാണ് ഗൈസ്. മനസ്സിൽ തോന്നുന്നത് ഈ സാധനം എൻ്റെ ഫുള്ള് സ്റ്റോറേജാ. ഇതിവിടെ ഇത് വെച്ചാ അങ്ങനെ റെഡിയായി കിട്ടും. ഐ സീ വെച്ചേ. മൈ ഗോഡ്, 5 പൈസ ഉപകാരമില്ല സാധനം. അങ്ങനെയാണ് ഇപ്പൊ സെറ്റപ്പ്. അത് നല്ലൊരു കാര്യമാണല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഒരു ലാൻഡേണൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നമ്മളെ ചെറിയ കുഞ്ഞൊരു ഫാം, പറഞ്ഞ ചെറിയ കുഞ്ഞ് പറഞ്ഞ കുഞ്ഞത്. ഇതെങ്ങനെ മാറ്റം കേട്ടില്ല. അപ്പം എന്തെങ്കിലും മാറ്റിക്കാം. കിട്ടിയ സാധനയുടെ 4 അത്രേ ഉള്ളൂ. രാവിലെ രാവിലെ 5 ചെയ്ത് കിട്ടാല്ലാത്ത സാധനം മാറ്റിയ. ഓക്കെ, വെറുതെ പിന്നെ ചെറിയൊരു വ്യൂസ് എല്ലാം വെറുതെ ഒരു ഗ്ലാസ് വെച്ച് ഇവിടെ പിന്നെ ഒന്നുമില്ല. ഒക്കെ എന്തെങ്കിലും ചിലപ്പോൾ വരുമായിരിക്കും. ഇവിടെ പിന്നെ നമ്മളെ കുക്കിംഗ് ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്, നമ്മളെ മറ്റേ സ്മോക്കർ ഉണ്ട്, ഫർണൈസ് ഉണ്ട്. ഫർണൈസിൽ നീ ഉണ്ടോടെ? സ്മൂത്ത് സ്റ്റോൺ ഉണ്ട്. എന്തിനും പിന്നെ ആക്കിയത് ഇതാണ് നമ്മളെ മെയിൻ ബെഡ്റൂം. അതുകൊണ്ടാണ് ചില സെറ്റപ്പൊക്കെ വലിയ സെറ്റപ്പൊന്നും ഇല്ല. ഇവിടെ ചെറിയ സ്റ്റോറേജും ബെഡൊക്കെ സെറ്റപ്പ് ആക്കലും കഴിച്ചത് നല്ല പണിയാണ്. വീട് ഉണ്ടാക്കാനുള്ള പണിയാണ് ഏറ്റവും വലിയ പണി. അത് ഞങ്ങൾക്ക് കാണിച്ച ദിവസം അതിൻ്റെ പണി. ഇവിടെ പിന്നെ നമ്മളൊരു ലാൻഡേണും വെച്ച് ഞാനും ചെറുതായിട്ട് അവിടെ നിന്നൊരു പഴക്കട്ടെ നൈറ്റ് ആവാൻ പോകും. അവിടെ പിന്നെ നമ്മളെ വ്യൂ ആയങ്കുളമാമനൊക്കെ ഉണ്ട്. പ്രശ്നമില്ല, ഒക്കെ സേഫ് ആയിക്കാടൊക്കെ പോകുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്കൊന്ന് ഈ സ്റ്റോറേജ് സെറ്റപ്പ് അങ്ങോട്ട് കൊണ്ട് മാറ്റലാണ് അടുത്ത പണി. നമ്മളെ വീടിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് ഞാൻ പ്ലാങ്കല്ല സ്റ്റോൺ കൊണ്ടൊന്ന് വെച്ചാണ്ട് ചെറിയ കുഞ്ഞൊരു പരിപാടി ആക്കിയെന്ന് മാത്രം. അല്ലാതെ വേറെ പരിപാടിയൊന്നും കാട്ടിയിട്ടില്ല. പിന്നെ എന്താ പണിയാണ്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈ വീഡിയോ എന്ന് വരും എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ എൻ്റെ പൂക്കും ഒക്കെ ഇതല്ലടെ പ്രശ്നമൊക്കെയാണ് എൻ്റെ പോക്ക്. നമുക്ക് സ്റ്റോറേജ് ഫുള്ളായോണ്ട് ചാകെ പ്രാന്തിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ട്രീ ഹൗസിൽ ലീവ്സും ട്രീസും അവിടെ വെക്കാം.
ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച് എങ്ങനെയെങ്കിലും കണ്ടുപിടാം. അവിടേക്ക് ഇങ്ങോട്ട് ചാടും വീണ് ഏകദേശം ചാവളം നമ്മൾ ചെയ്യുമ്പം ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ മൈനിങ്ങിനോട് ഇങ്ങനെ കോബിൾസ്റ്റോൺ വെട്ടിയെടുക്കുക. രാത്രി ആയെന്ന് നിച്ചറിയില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കടന്നു പറഞ്ഞു. എന്നിട്ട് വന്നാണ്ട് നോക്കുമ്പോൾ നമ്മൾ ആരെയും വിറ്റോ അങ്ങനെ ആരുണ്ടല്ലോ, അത് എൻ്റെ മേത്തൊക്കെ പോസ്റ്റ് കാരണം എത്ര ടൈം എടുക്കുന്നു. നല്ല ടൈം കേട്ടോ. ഇതൊക്കെ എന്താ വെച്ചറിയില്ല, അത്രയും ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ലീവ്സും കൂടി വെച്ചാൽ റെഡിയാണല്ലോ. പിന്നെ കുറച്ചെങ്കിലും ഒരു ചെറിയ സ്റ്റോറേജ് സെറ്റപ്പ്, ഇൻവെൻട്രിയിലെങ്കിലും ചെറിയൊരു സുഖം കിട്ടും. അന്ന് തപ്പി നടക്കേ ഞാൻ, പിന്നെ എൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ലെതർ കിട്ടിയാലേ അതിന് മെച്ച സാധനം ഉണ്ടാക്കാൻ കഴിയാം. അപ്പം ഞാൻ പിന്നെ പുറത്തൊക്കെ നോക്കി നമ്മളെ ഡോഗിനെ കണ്ടെങ്കിൽ കുക്കിടുവാവേ. ഇവരെന്താ പേരെടുക്കുക വയസ്സ് നിങ്ങൾ പറയും, എന്ത് പേരെടുക്കണ്ടേ? എന്ത് പേരെടുക്കണം എനിക്ക്? നിങ്ങൾ കമൻറ്റ് ചെയ്യ്.